ഗൈസ് വെൽക്കം ബാക്ക് ടു ഡാരോൺ ദിസ് വീഡിയോ. ഗൈസ് അങ്ങനെ വെൽക്കം ബാക്കല്ലേ, സോറി ഗൈസ്, ആദ്യത്തെ വീഡിയോയിലോട്ട് സാധനം ഞാൻ അറിയാണ്ട് വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞു പോയി. ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല, ആദ്യമായിട്ടുള്ള വീഡിയോ ആണ് ഗൈസ്. ഇപ്പം എന്ത് വീഡിയോ എടുക്കുമെന്ന് അറിയില്ല, എന്തായാലും ഒരു ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് ഓർത്തൊരു ആഗ്രഹത്തിനെടുത്താണ്. എന്നാൽ നമുക്കൊന്ന് പുറത്തൊന്ന് കറങ്ങിയിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ വാതൊക്കെ തുറക്കുന്നുണ്ട് ഗൈസ്. ഇതാ നമ്മുടെ പുറത്തെടുത്തിട്ടുണ്ട് ഗൈസ്. വല്ലാത്ത ഒരു വ്യൂവേ, എങ്ങനെയുണ്ട് ഗൈസ്? അങ്ങനെ ഗൈസ് നമ്മൾ ചെരുപ്പിട്ട് നടക്കാൻ പോണു. ഈ മിറ്റം മുഴുവൻ കറങ്ങിയിട്ട് വരാം. അങ്ങനെ നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് വ്യൂ ഒക്കെ കിട്ടില്ല ഗൈസ്. ഇതാണ് നമ്മുടെ വ്യൂ പോയിൻ്റ്. പിന്നെ ഞങ്ങളുടെ ഗാർഡൻ കാണണ്ടേ ഗൈസ്? ഞങ്ങളുടെ ഗാർഡൻ ഒന്ന് കാണിച്ചേക്കാട്ടോ. ഗൈസ് ആ കുളം നിങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നുണ്ടാവും, അത് മീൻ കുളമാണ്. അങ്ങനെ ഗൈസ് ഇപ്പം നമ്മൾ ഗാർഡൻ അല്ല, ഗാർഡൻ ഉദ്ദേശിച്ച് അവിടെ ഓറഞ്ചൊക്കെ നട്ട് വെച്ചിരുന്ന കാണാൻ, അവിടെ പൂവൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയതാണ്. ഇപ്പം നമ്മളൊന്ന് കറങ്ങാണ് ഗൈസ്. ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു വീടൊക്കെ ഉണ്ടാക്കി പപ്പായി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് കണ്ടേക്കാവേ. ഇതാണ് ഗൈസ് വീഡിയോ. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ ഗൈസ്, മനസ്സിലായോ? അതെൻ്റെ അമ്മയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ടോ ഗൈസ്? ഇത് പൊക്കത്ത് പോയി നമ്മുടെ ടെറസിലെത്തും, അങ്ങനെ ഉള്ള ആണ് ഗൈസ്. ഇവിടെ ഷെഡുണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് ഷെഡൊന്നൊക്കെ കണ്ടാലോ? അതൊക്കെ തുണി വിരിച്ചിട്ടുണ്ട് കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് ചുമ്മാ ഷെഡിലാണ് ഞങ്ങൾ തുണിയൊക്കെ വിരിച്ചിടാറുള്ളത്. അങ്ങനെ ഗൈസ് ഇവിടെയൊക്കെ ഇവിടെ കുഞ്ഞിക്കുളമുണ്ടേ ഗൈസ്. അങ്ങനെ ഗൈസ് ഇങ്ങനത്തെ ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ്. ചുമ്മാ മിറ്റമൊക്കെ ചുമ്മാ കറങ്ങിയടിച്ച് കാണുന്ന ചുമ്മാ ഒരു വീഡിയോ. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്കൊക്കെ ചെയ്ത് വെക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അറിയാലോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ റോട്ടിലോട്ട് ഇറങ്ങുന്ന വഴിയാണിത്. ഞങ്ങൾ റോട്ടിലോട്ട് ഇറങ്ങുന്ന വഴിയൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ടെറസ് ഏതാണെന്ന് കാണിച്ചു തരാം. ഇതുണ്ട്, ആകാശമില്ലല്ലോ, ആകാശമൊന്നും അല്ലല്ലോ, അത് ടെറസ് തന്നെയല്ലേ? ഇപ്പം കാണാമോ ടെറസ്? ആ പൊക്കത്താണ് ടെറസ് ഉള്ളത്. അങ്ങനെ ഗായ്സ് നമ്മൾ ഇതാ ബയോഗ്യാസിലോട്ട് ഇതുണ്ട്, അതാണിത് ഗായ്സ്. അങ്ങനെ നമ്മൾ ഇവിടെ ചെടികളൊക്കെ നമുക്ക് കാണാം. ലാസ്റ്റ് ചെടികളുടെ വീഡിയോയാണ് ഇതൊക്കെ. ചെടികളാണ്, എൻ്റെ പപ്പായ്ക്ക് ചെടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഞങ്ങളിങ്ങനെ ചെടികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് ചെടിയൊക്കെ ഇല്ല, അത് ബാക്ക് സൈഡിലോട്ടൊക്കെ പോകണം. ഈ മിറ്റം ചുറ്റും മറ്റേ ചെടികളൊക്കെയാണ് ഗൈസ്. ഇത് ഇവിടെ ചെടി, ഇവിടെ ചെടി, ഇവിടെയൊക്കെ ചെടി ഗൈസ്. ഇത് എന്നാ ഓറഞ്ച് മരം കണ്ടാണ് ഗൈസ്. റംബൂട്ടാനാണോ ഓറഞ്ചാണോ എന്നറിയില്ല, ഏതോ ഒരു ചെടികളൊക്കെ ഇവിടെ. ഇനി തുളസി ഒക്കെ ഉണ്ട്, കറിയായിരിക്കും, ഞാനൊരു തമാശക്ക് പറഞ്ഞാണ്. ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മീൻ ഇടുന്ന സ്ഥലം ഉണ്ടായിരുന്നു ഗൈസ്. അത് അതിൻ്റെ അകത്തോടെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്, മീനൊക്കെ ചത്തുപോയി ഗൈസ്. കുറേ ഇവിടെ ഇവിടെ ഉണ്ട്, ഒരുപാട് പൂവും ഇതൊക്കെ ഉണ്ടാ. പക്ഷേ ഗാർഡനിൽ അങ്ങനെ ഞങ്ങൾ പൂ വെച്ചതാ, പക്ഷെ അതൊക്കെ പോയി ഗൈസ്. ഒരു പൂവുണ്ടായിരുന്നു, അതാണ് മാരിഗോൾഡ് എന്ന് പറയുന്നത് പൂ. അതാണോന്നറിയില്ല, ചുമ്മാ ഞാൻ മാരിഗോൾഡാണെന്ന് പറയുന്നേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ഇവിടെയൊക്കെ വീടൊക്കെ ഉണ്ട്, ചുമ്മാ ഒരു വ്യൂ പോയിൻ്റാണ്. പിന്നെ ഗൈസ് താഴെ ഒരു അയൽവാസി വീടുണ്ട്, അവിടെയാണ് ഞാൻ സൈക്കിള് വെക്കാറുള്ളത്. സൈക്കിള് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഗൈസ് എൻ്റെ അനിയൻ ഗൈസ് വരുന്നുണ്ട്, നിങ്ങൾ കണ്ടോ ഗൈസ്? അവിടെ ഒരാൾ നിൽക്കുന്ന അതാണ് ഗൈസ് നമ്മുടെ യൂട്യൂബിലൊക്കെ ഇടുന്ന എൻ്റെ അനിയൻ ഡിയോൺ, മനസ്സിലായല്ലോ? ഡാരോൺ ജിസ്, ഡിയോൺ ജിസിനിടല്ലേ അത്.
ഗൈസ് അവൻ എന്തോ ചെയ്യുന്നുണ്ട്, നമുക്ക് എന്നാ നോക്കാം. എന്നാ ഗൈസ് അവന് പേന വേണം. അതും അവനവിടെ അയൽവാസിയുടെ വീട്ടിൽ കളിക്കാൻ പോയിട്ട് അവനിപ്പോൾ പേന വേണം തരും. പേന എടാന്ന് ഗൈസ് എന്നെ വിളിക്കുന്നു. ഇന്ന് ചേട്ടനെ വിളിക്കുന്നില്ല ഗൈസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, എന്നാലേ അവൻ ചേട്ടനൊക്കെ വിളിക്കുള്ളൂ. എന്നിട്ട് ഒരെണ്ണം പൊട്ടിക്കണം ഗൈസ്. അങ്ങനെ സൈക്കിള് കിട്ടുന്നില്ലല്ലോ കാണാൻ ഗൈസ്. നമ്മൾ അയ്യോ സോറി ഗൈസ്, ഞാൻ എൻ്റെ മുഖം കാണിക്കില്ല. ഗൈസ് കണ്ടോ അവിടെ ആൾ നിൽക്കുന്ന ഗൈസ്. എൻ്റെ അനിയൻ നിൽക്കുന്നില്ലേ, അതിൻ്റെ അടുത്തായിട്ടാണ് എൻ്റെ സൈക്കിളിരിക്കുന്നത്. ഇപ്പം കണ്ടോ അനിയനെ ഗൈസ്? എൻ്റെ അനിയത്തിയും കൂടെ വരുന്നുണ്ട്. ഇങ്ങനെ കണ്ടേക്കാട്ടെ. അനിയത്തി എന്തി ഗൈസ്? അവൾ നേരെ വീട്ടിലോട്ട് വരാമെന്ന്. അല്ല ഗൈസ്, അവൾ ദേ വരുന്നുണ്ട്. ഗൈസ് ദേ അനിയത്തി പോണുണ്ടോ? എന്താ അനിയത്തി ഗൈസ് കണ്ടോ? ഗൈസ് അവർക്ക് പെൻസിൽ വേണം തനി. ഇവിടെ ഉണ്ട്, ദേ താഴെ ഇവിടെ. ഗൈസ് ശരി, അവർ അയൽവാസിക്കാർ ചോദിച്ചതാണ് ഇവിടെ എൻ്റെ അനീതി ഉണ്ടോന്ന് കാണാണ്ട് പോകുന്നറിയില്ല. ഗൈസ് ഇവന് പേന വേണമെന്ന് ഞാൻ താഴോട്ട് അറിഞ്ഞു കൊടുക്കണോ? അവന് പേന വേണോ? അവന് വീട്ടിൽ വന്ന് എൻ്റെ കാലില്ലെന്നോ ഒന്ന് എടുക്കാൻ പറ്റില്ല നീ. ഗൈസ് പെൻസിൽ വേണം അവർക്ക്. പേന. ഒരാൾ പറയണം പേന വേണം, ഒരാൾ പറയണം പെൻസിൽ വേണം. ഇല്ല ഏതാ കൊടുക്കണ്ടേ? നിങ്ങൾ പറ. അയ്യോ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അപ്പം ഗൈസ് സോറി, നിങ്ങൾക്ക് പറയാൻ കഴിയില്ലാത്തല്ലേ വീഡിയോയിൽ. ഗൈസ് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഗൈസ്. ഒരു വീഡിയോ പോലും സബ്സ്ക്രൈബൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. വരും 14 സബ്സ്ക്രൈബിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഗൈസ്? സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം നിങ്ങൾ. ഓക്കെ ഗൈസ്, അങ്ങനെ വീഡിയോ കഴിയാറാവുന്നുണ്ട്. ഞങ്ങൾ ചുമ്മാ ഇതും കൂടെ ഇച്ചിരി സെറ്റപ്പൊക്കെ കാണിച്ചത് ഗൈസ്. ഇത് ടി വിയുടെ നെറ്റ്വർക്കും ഇതൊക്കെ കണക്ട് ചെയ്തേക്കുന്ന ഇത് കൂളറാണ്. ഇതിൻ്റെ അപ്പുറത്താണ് എന്നാ ഇതിൻ്റെ അപ്പുറത്ത് ഇതാണ് നെറ്റ്വർക്ക്. അവിടെയാണ് ഞങ്ങൾ നെറ്റ്വർക്ക് കണ്ടോ ഗൈസ്? നെറ്റ്വർക്കിൻ്റെ അങ്ങനെ ഗൈസ് ഞങ്ങളുടെ കുളമില്ലേ, കുളം കണ്ടായിരുന്നോ? ഇതാണ് ഗൈസ് കുളം. ഒരു കുഞ്ഞ് വെള്ളമൊക്കെ കാണുന്നില്ലേ, അതാണ് കുളം. കുറേ ചെടികൾ അവിടെ നട്ടു വെച്ചിട്ടുണ്ട്. ചോളം ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ചോളമൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ചോളങ്ങളൊക്കെ കുറേ ഇതൊക്കെ നട്ടു വെച്ചിട്ട് കേട്ടോ ഗൈസ്. ഞങ്ങളൊരു ദിവസം ബാറ്റും ബോളും കളിച്ചത് മഴയായതുകൊണ്ട് ഇട്ടിട്ട് പോയതാണ്. അങ്ങനെ ഗൈസ് നമ്മൾ ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡാണ്. ഈ എൻ്റെ അനിയനൊക്കെ ആണെങ്കിൽ ചെരുപ്പ് എടുത്ത് വലിച്ചു വാരി ഇടും. അതുകൊണ്ട് ചെരുപ്പൊക്കെ ഇല്ല ഇവിടെ, ശകലൊക്കെ ഉള്ളു. ഈ നൈറ്റി കിടന്ന ചെരുപ്പ പുറത്തു കൊണ്ടു വച്ചേക്കുക. അങ്ങനെ ഗൈസ് ഒരു ഒന്നാന്തരം വലിയ ചെടിയുണ്ടോ? ചെടി ഗൈസ്. ഏതോ ഒരു വണ്ടി വരുന്നുണ്ട്, നമുക്ക് നോക്കാം ഗൈസ്. ഇപ്പോൾ പോയതുണ്ടോ വണ്ടി? അതേത് വണ്ടി ഗൈസ്? അപ്പോൾ നിങ്ങൾ വണ്ടി കണ്ടോന്നറിയില്ല, കുഴപ്പമില്ല, വണ്ടി പോയി. അങ്ങനെ ഗൈസ് എന്ത് വലിയ അടി. ഇങ്ങനെ കുറേ ചെടിയുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ വീടിൻ്റെ അകത്തോട്ട് കയറുവാണ്. വീടൊക്കെ ഒന്ന് ഗൈസ് എൻ്റെ അനിയത്തി കണ്ട വീഡിയോസിലൊക്കെ കാണാൻ പറ്റുമായിരിക്കും ഗൈസ്. ഇവിടെ മുഴുവൻ ഇരുട്ടാണ്, അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി എന്തായാലും വെട്ടയിട്ടേക്കാതെ ഗൈസ്. അങ്ങനെ ഇവിടെയൊക്കെ ടി വി ഉണ്ട്. ഈ ടി വിയുടെ നെറ്റ്വർക്കൊക്കെയാണ് ഉണ്ട്, അത്യാവശ്യം സ്മാർട്ടൊക്കെയാണ്. അങ്ങനെ ഗൈസ് അങ്ങനെ നമ്മളൊരു റൂമുണ്ട്, സെറ്റപ്പ് റൂം. നമ്മൾ ആ റൂമിലോട്ട് അങ്ങ് കയറുവാണ് കേട്ടോ. സെന്ന രസമുള്ള റൂമാണല്ലോ, കട്ടിലൊക്കെ നോക്കി നല്ല രസം. പിന്നെ നിങ്ങൾക്കൊരു മാജിക് കാണിച്ചു തരട്ടെ ഗൈസ്. ഇത് നോക്കുകയാണേ, ഇതിൻ്റെ അപ്പുറത്തൊരു പെട്ടിയുണ്ടേ. ആ പെട്ടി ഞാൻ കാണിച്ചു തരാം.
പെട്ടി ഇങ്ങനെ കണ്ട ഒരു മാജിക്കായിട്ട് തോന്നും നോക്കണം. ഈ പെട്ടി മാജിക്കായിട്ട് നിങ്ങൾക്ക് തോന്നില്ല, പക്ഷെ നിങ്ങൾ ആ പെട്ടിയുടെ താഴെ നോക്കിയേ, വായുവിൽ നിർത്തിയേക്കുക. കണ്ടോ, വായുവിൽ നിർത്തിയേക്കുന്ന പോലെ ഇല്ലേ? ഇത് മുഴുവൻ താഴെ ഗ്രൗണ്ട് പോലത്തെ സ്ഥലമാണ്. ഇവിടെ ഇതുണ്ടോ, പെട്ടി ഇവിടെ വായുവിൽ നിർത്തിയേക്കുക. കണ്ടോ, വായുവിൽ നിർത്തിയേക്കുന്ന കണ്ടില്ലേ? അതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ പുറത്തൊരു കൂളറാണ്, ആ കൂളറാണിത്. എൻ്റെ സ്വിച്ചാണിത്. സ്വിച്ച് നോക്കിയാൽ കൂളറൊക്കെ വരും. അങ്ങനെയാണ്. പപ്പായ മുഴുവൻ സെറ്റപ്പാക്കി വെച്ചേക്കുക. പപ്പായാണെങ്കിൽ അത്യാവശ്യം പണിയൊക്കെ അറിയാവുന്നതുകൊണ്ട് നടി ചെയ്യും. ഗൈസ് ഇവിടെ ഫോട്ടോ ഒക്കെ ഫിറ്റ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ഒക്കെ നല്ല രസമാണ് ഗൈസ്. നല്ല സെറ്റപ്പ് കട്ടിലൊക്കെയാണ്. ഇത് പുതിയതായിട്ട് ഞങ്ങളിങ്ങനെ എടുത്തു വെച്ചാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ചുമ്മാ വലിച്ചു വാരിയിട്ടങ്ങനെ ഇറങ്ങും. ഇത് മുഴുവൻ ഞങ്ങളുടെ സ്റ്റഡി ടേബിളാണ്. ഗൈസ് എൻ്റെ അനിയനാണ്. ഗൈസ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു റൂമുണ്ട്. ആ റൂമാണ് ഞങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ആ റൂമിൻ്റെ വാതിലിലായിട്ട് ഞങ്ങളൊരു സാധനം ഒട്ടിച്ചിട്ടുണ്ട്. സ്റ്റിക്കി നോട്ടിൽ ഞങ്ങൾ എഴുതി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഗൈസ് ഞങ്ങളുടെ റൂമിൽ ഒട്ടും വെട്ടയില്ല. ഞാൻ വെട്ടം ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. ഗൈസ് ഇവിടെ ഇതാണ് ഞങ്ങൾ കിടക്കുന്ന കട്ടിൽ. ഞങ്ങളുടെ കുഞ്ഞനീത്തേക്ക് അപ്പുറത്താണ്, ഞങ്ങളാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇവിടെ കളിപ്പാട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് സെറ്റപ്പാക്കി ഞങ്ങൾ വെക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി. ഞങ്ങൾ റൂമൊക്കെ സെറ്റപ്പാക്കി വെക്കും. ഇവിടെ കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ബോറടിക്കുമ്പോൾ കാണാമല്ലോ. ഗൈസ് ഇവിടെ എല്ലാ റൂമിലും ഇങ്ങനെയൊക്കെ ഉണ്ട്. നല്ല രസമാണ് റൂമൊക്കെ കാണാൻ. പിന്നെ എൻ്റെ അനിയനും സ്റ്റഡി ടേബിളുണ്ട്. ഈ സ്റ്റഡി ടേബിളൊക്കെ കാണിക്കണം, ചുമ്മാ ഞാൻ കാണിക്കുകയാണ്. പെട്ടി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. എൻ്റെ അനിയത്തി ഇവിടെ ഉണ്ട്. ഗൈസ് റൂം മുഴുവൻ ഗ്രീനായിട്ടാണ്. ഇതെൻ്റെ അമ്മയുടെ റൂമാണ്. നമ്മളങ്ങനെ അടുക്കളയിലോട്ടാണ് വന്നത്. അടുക്കള മുഴുവൻ കിച്ചൺ പോലെ നല്ലൊരു സെറ്റപ്പൊക്കെ നമ്മൾ ഇതൊക്കെയാണ്. പക്ഷെ ഞാനെൻ്റെ സംഭാഷണം കാണിച്ചിരുന്നത് എൻ്റെ എനിക്ക് കിടന്ന് തൊട്ടിയാണ്. കുഴപ്പമില്ല. ഈ പെട്ടി ഇവിടെ ഒരു സീക്രട്ട് പെട്ടി പോലത്തെ സാധനം. പക്ഷേ ഇവിടെ മുഴുവൻ ഇരുട്ടാണ് ഗൈസ്, ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ വെട്ടം ഉണ്ടോയെന്നറിയില്ല. വെട്ടം ഇതൊന്നെങ്കിൽ ഇച്ചിരി കുഴപ്പമില്ല ഗൈസ്. ഇപ്പം ഇത്രയും ബാഗൊക്കെ വേണ്ടായിരുന്നു. ഒരുപാട് ബാഗുണ്ട്. ഇവിടെ കണ്ടേ, ഒരുപാട് ബാഗ്. പിന്നെ ഇവിടെ ഇതൊരു ബാഗാണ്. എന്തോരം ബാഗാണ് ഗൈസ്. ഇതൊക്കെ ഞാൻ ഓർത്ത് ഇതൊക്കെ എന്തിനാണ് നമ്മൾ എടുക്കുന്നത് ഗൈസ്. ലാസ്റ്റായിട്ട് ഞാനൊരു കാര്യം പറയാൻ പോകുന്നു. ലാസ്റ്റത്തെ വീഡിയോയിൽ ഒരു കാര്യമാണ് കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മറ്റേ എൻ്റെ സ്കൂളിൻ്റെ പേരൊക്കെ ആണ് ഞാൻ കാണിക്കാൻ പോണേ. സെൻറ്റ് മേരീസ് സെൻട്രൽ സ്കൂൾ രാജകുമാരി ഗൈസ്. ഇതാണ് എൻ്റെ സ്കൂള്. ഞങ്ങളുടെ ശരിക്കുള്ള വീട് NRCT ആണ് ഗൈസ്. അങ്ങനെ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഇങ്ങനെ നമ്മളുടെ വീഡിയോ പുറത്തെയും അകത്തെയും എല്ലാ കാഴ്ചകളുടെയും വീഡിയോസ് ഇതാ അവസാനിച്ചിരിക്കുന്നു. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.